നിങ്ങൾ ലഡാക്ക് കലാപം കേട്ട് കാണും. ഏകദേശം 5-6 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എത്ര പേര് കൊല്ലപ്പെട്ടു അതിലോട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾ കലാപം കണ്ടു കാണും. BJP ഓഫീസ് കത്തിച്ചു, CRPF വണ്ടികൾ കത്തിച്ചു, പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. അപ്പം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുടെ താഴെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് അവിടെ BJP MP ഉണ്ടായിരുന്ന സ്ഥലമാണ്, BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമാണ് ഈ ലഡാക്ക്. അവരെങ്ങനെയാണ് ഒരു ഇത്രയും നാളും അവരുടെ ഒരു ഡിമാൻഡാണ് സ്റ്റേറ്റ്ഹുഡ്. സ്റ്റേറ്റ്ഹുഡിനേക്കാൾ ഉപരി അവരുടെ യഥാർത്ഥ ഇഷ്യൂ എന്തുവാണ്? ആ ഇഷ്യൂയിലോട്ട് ഞാൻ കിടക്കും. എന്തുകൊണ്ടാണ് അവിടെയുള്ള ജനറേഷൻ, പല ആൾക്കാരും പറയുന്നത് നേപ്പാൾ, ഉറപ്പായിട്ടും നേപ്പാൾ ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ട് 1.5 ആഴ്ച ആയില്ല ഇതിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ വന്ന് എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. ഞാനെങ്ങനെ രാജ്യദ്രോഹിയാകുന്നത്? ഞാൻ ഈ കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയുകയല്ലേ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇഷ്യൂ ഉണ്ട്, ഇന്ത്യയിൽ ഇഷ്യൂവിന് പരിഹാരമുണ്ടാക്കണം. അതിൽ ഗവൺമെൻറ് പലയിടത്തും ഫെയിലിയർ ആണ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതല്ലേ സത്യം. എന്താണ് ഈ ലഡാക്കിൻ്റെ ഇഷ്യൂ? അതിലോട്ടാണ് ഞാൻ ഈ കടക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ലഡാക്ക്. ലാസ്റ്റ് സെൻസസ് അനുസരിച്ച് ഏകദേശം 2,65,000, ഏകദേശം എങ്ങനെ കണക്ക് കൂട്ടിയാലും 3 ലക്ഷം പേരാണ് ലഡാക്കിൽ താമസിക്കുന്നത്. അതാണ് അവിടുത്തെ ടോട്ടൽ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം. എത്ര രാജ്യവുമായിട്ടാണ് നമ്മളിവിടെ ബോർഡർ പങ്കിടുന്നത് എന്ന് മനസ്സിലായിക്കോണം. ഇന്ത്യ, ചൈന. അപ്പോൾ 62 വാറിൽ ഇന്ത്യയുടെ അത് ചൈന പിടിച്ചെടുത്തു. എത്ര ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ പിന്നെയും അവർ കയറി പിടിച്ചു. ഈ അവിടുത്തെ ലേക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ പിടിച്ചെടുത്ത് ചൈന അത് ടൗൺഷിപ്പാക്കി. ഇതൊക്കെ അവിടെ ഉള്ള സംഭവമാണ്. അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അതേപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബോർഡർ, ഏകദേശം അത് 80 കിലോമീറ്ററോളം. മറ്റേതെല്ലാം കൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും 1000, 1200 2 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലേസാണ് ലഡാക്ക്. ചെറിയ സംഭവമല്ല. ഇന്ത്യൻ പട്ടാളം ഏകദേശം 2 മുതൽ 2.5 ലക്ഷം 3 ലക്ഷം, യഥാർത്ഥ കണക്ക് പുറത്തു വിടുന്നില്ല, ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ ഡിപ്ലോയിഡ് ആണ്. പിന്നെ പാരാമിലിറ്ററി ഫോഴ്സുമുണ്ട്. ലഡാക്ക് കാശ്മീർ പോലൊന്നുമല്ല. അവർക്ക് സെപ്പറേറ്റിസം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഈ ദ്രാസ്, കാർഗിലെല്ലാം ഈ ലഡാക്കിൻ്റെ ഭാഗമാണ്. മനസ്സിലായിക്കോണം. ഇത് നിങ്ങൾ തമാശയായിട്ട് രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പൂർണ്ണമായിട്ട് ഈ പറയുന്നവനെ രാജ്യദ്രോഹി എന്ന് പറയും. കാരണം കാർഗിൽ വാർ സമയത്ത് ലഡാക്കിലുള്ള ജനങ്ങൾ, ഏറ്റവും കൂടുതൽ ലഡാക്കിലുള്ള ജനങ്ങളാണ് ഇന്ത്യൻ പട്ടാളത്തെ സഹായിച്ചത്. നിങ്ങൾക്കറിയാം, അവിടുത്തെ റോഡുകളൊക്കെ വലിയ പ്രശ്നമാണ്. അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാനൊക്കെ ലഡാക്കിലുള്ള അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകളാണ്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുസ്ലിം വളരെ പാട്രിയോട്ടിക് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇവരെല്ലാം കൂടാണ് ഇന്ത്യൻ പട്ടാളത്തെ സഹായിച്ചത്. അവരെയാണ് കേരളത്തിൽ, ഇന്ത്യയിലെ പല സോഷ്യൽ മീഡിയ അവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുമ്പം അവന്മാരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അത്രമാത്രം പാട്രിയോട്ടിക്കാണ്. അതായത് ഇന്ത്യ ചൈന റീജിയൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാരിയേഴ്സ് ഈ ലഡാക്കിലുള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളത്തിന് വാരിയേഴ്സ് ആയിട്ട് ആ റീജിയൻ മുഴുവനും കാത്തു സൂക്ഷിക്കുക. അത്ര പ്രൊആക്റ്റീവാണ് അവരെ. അപ്പം അവരുടെ ഇഷ്യൂ എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് അവരെ എന്ത് രാജ്യദ്രോഹി എന്ന് മണ്ണാങ്കട്ടെ എന്ന് വിളിക്കുക. ഈ ജനറേഷൻ എന്ത് ഡിമാൻഡാണ് ചെയ്തത്? എന്താ കാര്യം? നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇവർക്കുള്ള സാധനങ്ങൾ, അതായത് പലചരക്ക് സാധനങ്ങൾ, ഇതെല്ലാം പോകുന്ന ഈ ചണ്ഡീഗഡിൽ നിന്നാണ് പോകുന്നത്. എൻ്റെ കാര്യം എന്താ? ഇതൊന്നും അവിടെ ഉണ്ടാവുന്ന സാധനം എല്ലാം ഈ ഹിൽ സ്റ്റേഷനാണ്. അവിടെ വലുതായിട്ടൊന്നും അഗ്രികൾച്ചറൊന്നുമില്ല. അവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഇവിടെ ഇന്ത്യൻ പട്ടാളത്തിൽ, ഇന്ത്യൻ പാരാമിലിറ്ററിയിലുമാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഈ പല ബേസുകളുണ്ട്. അതായത് മലയുടെ ഫലം ഈ പോസ്റ്റുകളുണ്ട്, പാകിസ്ഥാനെയും ചൈനയും ഒക്കെ നിരീക്ഷിക്കുന്നത്. അവിടെ സാധനങ്ങൾ ചുമട്ടെടുത്ത്, കാരണം ആ ടെറൈൻ്റെ അകത്ത് ചുമട്ടെടുത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് അവരുടെ ജോലി. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചണ്ഡീഗഡിൽ
ഏഹ്, 1 കിലോ സവാളയുടെ വില 30 രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അവിടുന്ന് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അങ്ങോട്ട് സാധനങ്ങൾ പോകുന്നത്. ഈ 30 രൂപയുടെ സാധനം ഇത് ലേ ലഡാക്കിൽ ചെല്ലുമ്പം അത് നേരെ 100 രൂപയായി. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. കാരണം അത്രമാത്രം വണ്ടികൾ അത്രമാത്രം കയറ്റം കയറിയാണ് പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത്ര വരും അത്. ഇതേപോലെയുള്ള ഓരോ സാധനങ്ങൾക്കും താഴെയുള്ള, അതായത് അടിവാരം എന്ന് നമ്മൾ പറയാൻ സാധിക്കും. കേരളത്തിൽ പറയത്തില്ലേ? അതേപോലെ അവിടെ ഇതിൻ്റെ വില ഇത്രയും, അല്ലെങ്കിൽ ഷിംല, ഷിംല മാർക്കറ്റ് വലുതായിട്ടൊന്നും ഇതുള്ള ഗ്രോസറി എല്ലാവരും എടുക്കുന്ന ചണ്ഡീഗഡും ആ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പം അവിടുത്തെ വിലയും ഇതവിടെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള വിലയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. കാരണം ഭയങ്കരമായിട്ട് സാധനങ്ങളുടെ വില അങ്ങ് ഷൂട്ട് ചെയ്യും. അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ജോലിയാണ് ഈ ടൂറിസം. അതാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. പാൽഗാം അറ്റാക്കിന് ശേഷം ഒരൊറ്റ ടൂറിസ്റ്റും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അവർക്ക് ഇവിടെ ജോലി പിടികിട്ടിയ കാര്യം. ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഫെയിലിയറാണ് ഈ പാൽഗാം അറ്റാക്ക്. ഈ പാൽഗാം അറ്റാക്ക് അവിടെ ഉണ്ടായെങ്കിലും ഈ പറയുന്ന ലഡാക്കിനെയും കയറി അങ്ങ് ബാധിച്ചു. ആൾക്കാർ പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല, ബുക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇതേപോലെ ഇതേപോലെ കാശ്മീരിലും ഇഷ്യൂ ആണ്. അവിടെ ഒറ്റ ഹോട്ടൽ തുറന്നിട്ടില്ല, വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെ ഇതേപോലെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലില്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. പട്ടാളത്തിൽ ആളിനെ എടുക്കത്തില്ല. കാരണം അഗ്നിവീറും പാരാമിലിറ്ററിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ എടുത്തിരുന്നു. അഗ്നിവീർ വന്ന ശേഷം, അതേപോലെ പാരാമിലിറ്ററി ഒക്കെ വന്ന ശേഷം ഫോഴ്സിനകത്ത് ആൾക്കാരെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് ജോലിയില്ലാതായി. തൊഴിലില്ലായ്മയാണ് പ്രശ്നം. അതിനെ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം. അപ്പം ഈ സ്റ്റേറ്റോട്ട് വേണമ്പം ആർട്ടിക്കിൾ 6 ഷെഡ്യൂള് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം ഉദ്ദേശം എന്താ അവർ ഈ പറയുന്നത്. അങ്ങനെ വന്ന് കഴിയുമ്പോൾ സ്റ്റേറ്റുകൾക്ക് പാക്കേജ് ഉണ്ട്. അപ്പം ഈ പാക്കേജ് അനുസരിച്ച് അവിടെ പല രീതിയിലുള്ള പ്രോജക്റ്റുകളും ഫണ്ടുകളും വരും. ഇതാണ് ഇവർ പറയുന്നത് ആ സ്റ്റേറ്റ്ഹുഡ് വേണമെന്ന്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് സിക്കിം. സിക്കിമിൽ ഇതേ പ്രശ്നമുണ്ട്. നിങ്ങളിപ്പം സിലിഗുഡിയാണ് സിക്കിമിന് താഴെ കിടക്കുന്ന സിറ്റി. സിലിഗുഡിയിൽ 1 കിലോ തക്കാളിയുടെ വില, അല്ലെങ്കിൽ 1 കിലോ സവാളയുടെ വില, അല്ലെങ്കിൽ 1 കിലോ പരിപ്പിൻ്റെ വില, ഇതിന് 50-60 രൂപയാണെങ്കിൽ സിക്കിമിൻ്റെ മേളിലോട്ട് ഹില്ലിലോട്ട് കയറി കഴിഞ്ഞാൽ അത് 150 രൂപയായി. അപ്പം സിക്കിമിൻ്റെ സംഭവം എന്തുവാ? അവിടെ പ്രകൃതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റായിട്ട് ആളുകൾ വരുന്നുണ്ട്. അവർക്ക് വലുതായിട്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ ലഡാക്കിൻ്റെ പ്രശ്നം ഈ പറയുന്ന പോലെ ഫാമിങ്ങിന് പറ്റിയ ടെറൈനൊന്നും അല്ല. പക്ഷേ ഗവൺമെൻറ് വിചാരിച്ച അതേപോലെ ഈ സിക്കിം ചെയ്ത പോലെ അവിടെ ടെറൈൻ ഉണ്ടാക്കി അവിടെ ഫാമിങ്ങും അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ മാറ്റിയെടുക്കാം. ഇതിനൊക്കെ പോസിബിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒത്തിരി തെളിവുണ്ട്. കാരണം പല ആൾക്കാരോട് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു യൂണിയൻ ടെറിട്ടറി പോലെയാക്കി അങ്ങ് മാറ്റി. പക്ഷെ അവരുടെ യഥാർത്ഥ ഇഷ്യൂ ഈ പറയുന്ന തൊഴിലില്ലായ്മയും മറ്റുള്ള സംഭവങ്ങൾ കൊണ്ട് ഇതൊന്നും ചെയ്തില്ല. അതേപോലെ അവിടെ ചെറിയ ചെറിയ റോഡുകളുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ പ്രകൃതി ദുരന്തം ഈ പറയുന്ന ക്ലൗഡ് ബേസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന. അപ്പം ഒന്നാമത് മനസ്സിലാക്കണം, നമ്മളെക്കാളും നല്ല ഹെൽത്തിയാണ് അവർ. കാരണം അവർ ഈ ടെറൈനിൽ കൂടെ ജീവിച്ചു പോകുന്നവരാണ്. എന്നാൽ തന്നെ അവർക്ക് ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആശുപത്രിയും ക്ലിനിക്കും ഇവിടൊക്കെ പോകാൻ വേണ്ടി ഈ റോഡില്ലാത്തതും ആൾക്കാർ തോളത്തെടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ്. ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. അവിടെ ഈ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് ജമ്മുവിലുള്ള ഹാർഡ് കോർ RSSകാരന്. അയാൾ അധികം ദിവസം ജമ്മുവിൽ, അയാൾ ഇവിടെ ഒന്ന് വളരെ കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു ബ്രിഗേഡിയർ ഉണ്ടായിരുന്നു, അയാളും അങ്ങനെ തന്നെയായിരുന്നു. BJP കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സ്ഥലമാണ്. എന്തുകൊണ്ടാണ് BJPയോട് എതിർപ്പായത്? കാരണം 15 ദിവസം കൊണ്ട് സോണം വാഗ്ജു എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ്, അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ കൂടെ സയൻറ്റിസ്റ്റ് കൂടിയാണ്. ജമ്മു NIT എന്നൊക്കെ കഴിഞ്ഞു വന്നയാളാണ്. അയാൾ ഈ ഡിമാൻഡ് വെക്കുവാണ് പറഞ്ഞ് ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. ഇന്ന് വരെ ഗവൺമെൻറ് കാര്യമായിട്ട് അയാളെ വിളിച്ച് ഒരു ടോക്സ് നടത്താൻ തയ്യാറായില്ല. അയാൾ നിരാഹാരം അവിടെ കിടക്കുവാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അലംഭാവമാണ് ഇതിൻ്റെ കാരണം.
അതിനെ അവർ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ജോലിയില്ല, സാധനങ്ങൾക്ക് വലിയ വില കൂടുതൽ, അവർ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യയുടെ ഭാഗവുമാണ്. ഇതാണ് ഇഷ്യൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ അവർ രാജ്യദ്രോഹികളൊന്നുമല്ല. ലഡാക്കിലുള്ള, അതായത് ഇവിടെ താമസിക്കുന്ന കൂടുതൽ ആൾക്കാർ ടിബറ്റൻ സംഭവമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവിടെ അവർ ബുദ്ധിസ്റ്റ് വിശ്വാസികളാണ്, അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു വിശ്വാസികൾ വളരെ കുറവേ ഉള്ളൂ. ഇവർ ഹാർഡ് കോർ ഇന്ത്യൻ പാട്രിയോട്ടിക് ആണ്. അപ്പോൾ അവരെ ഈ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കരുത്. ഒരു ഇഷ്യൂ ഉണ്ടായി, അതായത് മനസ്സിലാക്കുക, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ ടിക്കർ ബോംബാണ്. അത് നമ്മൾ ഇന്ന് കണ്ടു എന്താണ് ലഡാക്കിൽ സംഭവിച്ചത്. ഉറപ്പായിട്ടും അത് നേപ്പാൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അത് നേപ്പാൾ ബീഹാറിലും ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇത് ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ടാകും. ഇന്ത്യയിലെ പ്രശ്നം തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. കാരണം അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സിറ്റികളിൽ കൂടെ അൺഎംപ്ലോയ്മെൻറ്റ് കയറി വരുവാണ്. അതായത് അമേരിക്കൻ ടാരിഫ്, H1B1 വിസ, ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈഗോയും കാണിച്ച് അമേരിക്കൻ തെറി വിളിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. രണ്ട് മുതലാളിമാർക്ക് കൂട് മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം എന്ന് പറഞ്ഞ് ഇത്രയും ഭാഷയും വൈവിധ്യമുള്ളൊരു രാജ്യമാണ്. അതിനെ മുന്നോട്ട് നയിക്കാൻ ഇവിടുത്തെ പല സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതിനെ സോർട്ട് ഔട്ട് ചെയ്യണം. ഏറ്റവും പരമപ്രധാനം ഈ ഇസഡ് ജനറേഷൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഇത്രയും ആൾക്കാർ പുറത്ത് വരുവാണ്. ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻജിനീയേഴ്സ് തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട് ഏകദേശം 12-13 ലക്ഷം പേര്. അപ്പം അവർക്ക് തൊഴിൽ, മറ്റുള്ള ആൾക്കാർക്ക് തൊഴിൽ. ഇവിടെ ഈ തൊഴിലെല്ലാം ശരിയാക്കി, ഇത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ചെറുപ്പക്കാർ വരുന്നു, പുതിയ ജനറേഷൻ വരുന്നു, ഇവർക്ക് തൊഴിൽ കൊടുക്കണം, ഇവർക്ക് സാധനങ്ങളുടെ വില കൂടാൻ പാടില്ല, അതിനുള്ള പോസിബിളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഇഷ്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് ചൈന ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു, ഡീപ് സ്റ്റേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നാളെ അർണബ് ഗോസ്വാമി അങ്ങ് ഇറങ്ങും. അതോടുകൂടി അവരും ശത്രുക്കളായി. പിന്നീട് കാര്യം പറയേണ്ടാൽ എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്? അതായത് അതുപോലെ സംഭവിക്കരുത് ഇന്ത്യയിൽ. ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ ഈ ലഡാക്ക് നിൽക്കണം. ലേയും ലഡാക്കും മനോഹരമായ സ്ഥലമാണ്. പക്ഷെ ഈ രീതിയിലാകരുത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, ഇവിടുത്തെ ബോധി മീഡിയയും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും BJP ഹാൻഡിലേഴ്സും പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയുടെ ഭാഗമാണ് എന്നും പറഞ്ഞ് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കണം. അവിടെ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ എല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കണം. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ ടിക്കർ ബോംബ് തന്നെയാണ്. അതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ നേപ്പാൾ എന്ന് പറഞ്ഞ സംഭവം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്.